ആദ്യം ഇത് മണ്ടത്തര എന്ന് പറഞ്ഞൊരു ഒരുപാട് പേരുണ്ട്. എന്തായാലും ഞാൻ ധൈര്യമായിട്ട് ഇത് ചെയ്യാമെന്ന് വെച്ചു. 2 ലോഡ് മണ്ണ് ഞാൻ പുറത്തുനിന്ന് ട്രിപ്പറിനടിച്ച് കൊണ്ടിട്ടു. നിരത്തി മിക്കവാറും ദിവസം കളയ്ക്കണം, ഒന്നരാടം ദിവസം നനച്ച് കളയ്ക്കണം. അങ്ങനെ കുറേ ദിവസം കളിച്ച് ചപ്പൊക്കെ ഇട്ട് കൊന്നച്ചപ്പം ഇട്ടത്. ഒരുവിധം കതിരൊക്കെ ഇടാൻ തുടങ്ങിയപ്പോൾ എല്ലാവരും വന്ന് കാണാൻ തുടങ്ങി. എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. പടവമ്പറമ്പിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു നെൽകൃഷിയാണ് പരിചയപ്പെടുത്തുന്നത്. നെൽകൃഷി നമ്മൾ പല വയലുകളിൽ കണ്ടിട്ടുണ്ട്, കൃഷിയിടങ്ങളൊക്കെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ പല പാടങ്ങളിൽ നമ്മൾ നേരിട്ട് സന്ദർശിച്ച് പാടിയാർട്ട് ഉൾപ്പെടെയുള്ള നെൽകൃഷികൾ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട് അല്ലേ. ഇന്ന് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായൊരു നെൽകൃഷിയാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. വീട്ടുമുറ്റത്ത് ചെറിയൊരു കൃഷിയിടത്തിൽ ഒരുക്കിയ നെൽകൃഷി. വളരെ അത്ഭുതകരമായൊരു കാഴ്ച കൂടിയാണിത്. നമ്മൾ സാധാരണ വീട്ടുമുറ്റങ്ങളിൽ പച്ചക്കറികളൊക്കെ കൃഷി ചെയ്ത് കണ്ടിട്ടുണ്ട് അല്ലേ. പക്ഷേ ഇവിടെ പുൽപ്പള്ളിയിലുള്ള യോഹന്നാൻ ചേട്ടൻ്റെ വീട്ടുമുറ്റത്തുള്ളത് നെൽകൃഷിയാണ്. ഇദ്ദേഹം പഴശ്ശിരാജ കോളേജിൻ്റെ നേരെ മുമ്പിലുള്ള ഇദ്ദേഹത്തിൻ്റെ വീട്ടുമുറ്റത്താണ് ഈ ഒരു നെൽകൃഷി ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ ആ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ഇന്നറിയാം. കാണാം എപ്പിസോഡ്. നെൽകൃഷി വളരെ ശ്രദ്ധയോടും താല്പര്യത്തോടും ചെയ്യേണ്ടതാണ്. ലാഭവും നഷ്ടവും നോക്കിയല്ല പലരും കൃഷി ഇറക്കുന്നത്. ആത്മസംതൃപ്തിക്കും വിഷരഹിതമായ ഭക്ഷണവും മുന്നിൽ കാണുന്നവരും ഇല്ലാതില്ല. നെൽകൃഷിയിൽ നിന്ന് കർഷകർ പിന്മാറുമ്പോഴും നെൽകൃഷിയെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ വീട്ടുമുറ്റത്ത് നെൽകൃഷി ചെയ്യുകയാണ് പുൽപ്പള്ളി പഞ്ചായത്തിലെ താന്നിത്തെരുവ് തുറപ്പുറത്ത് യോഹന്നാൻ എന്ന കർഷകൻ. വീട്ടുമുറ്റത്ത് 5 സെന്റ് സ്ഥലത്തൊരുക്കിയ ഈ നെൽപ്പാടം ആരെയും അതിശയിപ്പിക്കും. വീട്ടുമുറ്റത്ത് നെല്ല് നട്ടപ്പോൾ മണ്ടത്തരമാണെന്ന് പറഞ്ഞവർ ഇന്ന് യോഹന്നാന്റെ നെൽപ്പാടത്ത് വിളഞ്ഞ നെൽമണികൾ കണ്ട് അത്ഭുതപ്പെടുകയാണ്. ബാക്കി കൃഷികളെല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോൾ കുറച്ച് സ്ഥലം ബാക്കി വന്നു. അത് മുറ്റത്തെ ബാക്കി വന്നുള്ളൂ. ചേനയും ഇഞ്ചിയും കപ്പയൊക്കെ നട്ട് കഴിഞ്ഞ് കാച്ചിലൊക്കെ നട്ട് കഴിഞ്ഞ് കുറച്ച് സ്ഥലം ബാക്കി വന്നു മുറ്റത്ത്. അപ്പോൾ ഞാൻ എന്താ അങ്ങനെ ചെയ്യേണ്ടതെന്ന് ഇങ്ങനെ അതിൽ വെറുതെ ഇടാൻ എനിക്ക് താല്പര്യമില്ല. കാരണം എനിക്കൊരു കുറച്ച് സ്ഥലം പോലും വെറുതെ ഇടാൻ താല്പര്യമില്ലാത്ത ആളാണ്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് ഇങ്ങനെ ആലോചിച്ചപ്പോഴാണ് കുറച്ച് ഞാറ് നട്ട് നോക്കിയാലോ എന്നൊരു തോന്നൽ വന്നത്. അങ്ങനെ തോന്നി ഞാറ് വേണമല്ലോ, ഞാറോ വിത്തോ വേണമല്ലോ. എനിക്കറിയില്ല ഇതെവിടെ കിട്ടുമെന്നോ എങ്ങനെയാണെന്നോ. ഈ കൃഷി ഞാൻ ചെയ്ത് ശീലിച്ചിട്ടുമില്ല. പക്ഷേ അന്വേഷിച്ചപ്പോൾ എനിക്ക് ഞാറ് കിട്ടാമെന്ന് വെച്ചു. കുറച്ചൊരു 2 കിലോമീറ്റർ അപ്പുറത്തുനിന്ന് ഞാറ് കിട്ടാമെന്ന് വെച്ചു. അപ്പോൾ അങ്ങനെ പോയി ഞാൻ കണ്ടമൊക്കെ ശരിയാക്കി വളമൊക്കെ ഇട്ട് ചപ്പൊക്കെ ഇട്ട് ചവിട്ടി വളമാക്കി ഞാറ് കൊണ്ടുവന്നു. എനിക്ക് ആവശ്യത്തിനുള്ള ഞാറ് കിട്ടി. ഞാറ് ബാക്കി വന്ന മറ്റേ വയലിൽ കൃഷി ചെയ്തവരുടെ ഞാറാണിത്. അത് ബാക്കി വന്നപ്പോൾ എനിക്ക് തന്നു. ഞാനത് കൊണ്ടുവന്നു നട്ടു. എനിക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഇത് നമ്മൾ നട്ട് കഴിഞ്ഞാൽ എങ്ങനെയാണ് നമുക്കത് കൊയ്യാൻ പാകത്തിന് കിട്ടുമോ, അത് വേസ്റ്റായി പോവുമോ. എന്നാലും ഞാൻ നടാനുള്ള ഒരു താല്പര്യം അങ്ങ് കാണിക്കുക ചെയ്ത്. നമ്മൾ വയലിലൊക്കെ ഒരുപാട് നെൽകൃഷി കണ്ടിട്ടുണ്ട് അല്ലേ. പക്ഷേ അതിൽ നിന്നൊക്കെ തീർച്ചയായിട്ടും വ്യത്യസ്തമാണ് ഈ ഒരു
വീട്ടുമുറ്റത്ത് ഒരുക്കിയിട്ടുള്ള ഒരു നെൽകൃഷി. അന്നപൂർണ്ണ നെല്ലുവിത്താണ് ഇവിടെ കൃഷി ചെയ്യാനായിട്ട് യോഹന്നാൻ ചേട്ടൻ ഉപയോഗിച്ചിട്ടുള്ളത്. വളരെ നല്ല രീതിയിൽ, ഒരിക്കലും നമുക്ക് വീട്ടുമുറ്റത്തെ ഒരു നെൽകൃഷിയാണെന്ന് തോന്നിക്കുന്ന തരത്തിലല്ല ഇതിൻ്റെ ഒരു വളർച്ച. നല്ല രീതിയിൽ അതിനൊരു വിളവ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഇനിയൊരു കൊയ്ത്തിലേക്ക് ഇത് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ തുടരുകയാണ്. നമുക്ക് കൂടുതൽ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ കൃഷി എങ്ങനെയാണിത് ഇതിൻ്റെ ഒരു കാലയളവ് നമുക്കറിയാം. വയലുകളിലാണ് നമ്മൾ സാധാരണ നെൽകൃഷി ചെയ്യുന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ എങ്ങനെയാണ് ഈ വീട്ടുമുറ്റത്ത് ഈ കൃഷി ഇത്രയും നന്നായിട്ട് ചെയ്യാൻ പറ്റിയെന്നുള്ള കാര്യങ്ങളൊക്കെ യോഹന്നാൻ ചേട്ടൻ ഇനി നമുക്കായിട്ട് പറയും. വീടിനോട് ചേർന്ന് മുൻഭാഗത്തായി 5 സെന്റ് സ്ഥലത്ത് 2 ടിപ്പർ നിറയെ മണ്ണ് കൊണ്ടുവന്ന് നിരത്തി വരമ്പുകളാക്കി തിരിച്ചാണ് യോഹന്നാൻ നെൽകൃഷി ഇറക്കിയത്. പരമ്പരാഗത കൃഷിരീതിയിൽ തന്നെ പാടങ്ങളിൽ വെള്ളം നിറച്ച് ഞാറ് നടാൻ പാകമാക്കി ഒരുക്കി നെൽകൃഷിക്ക് സജ്ജമാക്കി. 6 മാസം വളർച്ചയുള്ള നെല്ലിനമായ അന്നപൂർണ്ണ ഇനത്തിൽപ്പെട്ട വിത്തിനമാണ് നെൽകൃഷിക്കായി ഉപയോഗിച്ചത്. ഇവിടെ ഒരു കുറച്ച് താന്ന് കിടക്കുന്ന സ്ഥലമായിരുന്നു. അപ്പോൾ ഈ വരമ്പ് വെക്കണമെങ്കിൽ തന്നെ ഇച്ചിരി പൊക്കം വേണം, വരമ്പ് വേണമല്ലോ. അപ്പോൾ 2 ലോഡ് മണ്ണ് ഞാൻ പുറത്തുനിന്ന് ട്രിപ്പറിനടിച്ച് കൊണ്ടിട്ടു, നിരത്തി. അതിൽ വരമ്പൊക്കെ വെച്ച് കണ്ടാക്കി എടുത്ത് ചെറിയ ചെറിയ കണ്ടങ്ങളാക്കി. ഒരു കണ്ടത്തിന് ഉള്ള സ്ഥലമുള്ളൂ ഇത് സാധാരണ കൂടി വന്നാൽ. പക്ഷേ അത് ഞാൻ ചെറിയ ചെറിയ 9 കണ്ടങ്ങളാക്കി എടുത്തിട്ട് അത് കളച്ച് മിക്കവാറും ദിവസം കളയ്ക്കണം, 1-2 ദിവസം നനച്ച് കളയ്ക്കണം. അങ്ങനെ കുറേ ദിവസം കളിച്ച് ചപ്പൊക്കെ ഇട്ട് കൊന്നച്ചപ്പം ഇട്ടത്. അപ്പോൾ നല്ല വളമുള്ള ചപ്പം. പിന്നെ എല്ലുപൊടി ചപ്പും ഇട്ട് കുമ്മായോ ഒക്കെ ചേർത്ത് പിന്നെ ഞാൻ ഒരുക്കി ഞാറ് കെട്ടി, സമയത്തിന് ഞാറ് കെട്ടി അത് കൊണ്ടുവന്ന് നട്ടു. പക്ഷേ എന്നാലും എനിക്ക് ഇത്ര ഒരു പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു. ആദ്യം ഇത് മണ്ടത്തര എന്ന് പറഞ്ഞൊരു ഒരുപാട് പേരുണ്ട്. പലരും അത് ചെയ്യരുത്, ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, നഷ്ടമാണ്, അത് ചെയ്യാതിരിക്കുക നല്ലത്, ഒരുപാട് പണി വരും, അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ എന്നാൽ പ്രോത്സാഹിപ്പിക്കുന്നവരും ഉണ്ടായിരുന്നു ആ കൂടെ. എന്തായാലും ഞാൻ ധൈര്യമായിട്ട് ഇത് ചെയ്യാമെന്ന് വെച്ചു. സ്വന്തമായി നെല്ല് കൃഷി ചെയ്യണമെന്ന അതിയായ ആഗ്രഹത്തിൽ വിതച്ച നെല്ല് വിളഞ്ഞു 100 മേനിയായതിൻ്റെ സന്തോഷത്തിലാണ് യോഹന്നാനും കുടുംബവും. വിളവെടുക്കാറായ കരനെൽ കൃഷി കാണാൻ എത്തുന്നവരുടെ തിരക്കാണിവിടെ. കരനെൽ കൃഷിയെപ്പറ്റി ചിന്തിച്ചിട്ട് പോലുമില്ലാത്ത നാട്ടിൽ സാധാരണ പാടത്ത് വിളയുന്നതിൽ കൂടുതൽ കതിരുമായി നിൽക്കുന്ന നെൽച്ചെടികൾ കാണാൻ എത്തുന്നവരും ഏറെ. ഉടമയുടെ കണ്ണ് ഒന്നാന്തരം വളമെന്നാണ് പഴഞ്ചൊല്ല്. ഇത് അന്വർത്ഥമാക്കുകയാണ് യോഹന്നാൻ. ഞാറ് നടുന്നത് മുതൽ ഓരോ ഘട്ടത്തിലും ഏറെ ശ്രദ്ധയോടെയാണ് ഇദ്ദേഹം നെൽകൃഷി പരിപാലിച്ചു വരുന്നത്. മഴയില്ലാത്ത സമയങ്ങളിൽ വെള്ളമൊഴിച്ചും കൃത്യമായ ഇടവേളകളിൽ ജൈവവളം നൽകി പരിപാലിച്ചും ഇദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളും ഒപ്പം കൂടി. വീട്ടുമുറ്റത്തെ നെൽകൃഷിയിൽ യോഹന്നാന്റെ വിജയത്തിന് കാരണം അദ്ദേഹത്തിൻ്റെ കുടുംബം നൽകുന്ന പിന്തുണയാണ്. ഭാര്യ ലില്ലിയും മക്കളും പേരക്കുട്ടികളുമൊക്കെയുണ്ട് ഈ വ്യത്യസ്ത കൃഷിക്കാഴ്ചയ്ക്ക് പിന്നിൽ. മൂപ്പെത്തിയ നെൽക്കതിരുകൾ പക്ഷികൾ കൊണ്ടുപോകാതിരിക്കാൻ വല കെട്ടിവരെ സംരക്ഷിച്ചിരിക്കുകയാണ് ഈ കർഷകൻ. ഈ കൃഷി ചെയ്യാൻ ഞാൻ താല്പര്യം കാണിച്ചപ്പോൾ കുടുംബവും എന്നോടൊപ്പം കൂടാമെന്ന് പറഞ്ഞു, സഹകരിക്കാമെന്ന് പറഞ്ഞു.
മറ്റ് പലരും പറഞ്ഞവരുണ്ട്, വേണ്ടെന്ന് പറഞ്ഞവരുണ്ട്. അപ്പോൾ കുടുംബവും താല്പര്യം കാണിച്ചു, നമുക്ക് ചെയ്തു നോക്കാം, കുഴപ്പമൊന്നുമില്ല, ഇനിയിപ്പോൾ അഥവാ ശരിയായില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് ചെയ്തു നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ധൈര്യമായിട്ട് രണ്ടും കൽപ്പിച്ച് ഒറ്റയ്ക്കാണ് കുറേ ദിവസം കൊണ്ടാണ് ഇത് ഈ പരുവത്തിനാക്കി എടുത്തത്, ഈ രീതിയിലാക്കി എടുത്തത്. അപ്പോൾ പിന്നെ ആവശ്യത്തിന് നടാൻ നേരത്ത് മാത്രം വേറെ ഒരാളെ പുറത്തുനിന്ന് ഒരാളെ കൂട്ടി. കാരണം അത് അന്നേരം 2 പണി വരുമായിരുന്നു. ഒന്ന് കളയ്ക്കണം, പിന്നെ അത് കുറച്ചുകൂടെ ചാലിക്കണം, പിന്നെ നടണം. അങ്ങനെ മാത്രം ഒരാളെ കൂട്ടി, ബാക്കിയെല്ലാം സ്വന്തം ചെയ്യായിരുന്നു. പിന്നെ കൂടുതൽ ബുദ്ധിമുട്ട് വന്നത് എന്നാന്ന് വെച്ചാൽ കറണ്ട് ബില്ല് ഒരുപാടായി. വെള്ളം രാവിലെയും വൈകുന്നേരം 2 മണിക്കൂർ വീതം അടിക്കേണ്ട ഒരവസ്ഥ വന്നു. ആ നഷ്ടം എനിക്ക് നഷ്ടമായിട്ട് തോന്നിയുള്ളൂ. ഇത് ചെയ്തതിൽ എനിക്ക് ഒരു ബുദ്ധിമുട്ടും വന്നിട്ടില്ല. എൻ്റെ ഒരു കൊച്ചുമോളുണ്ട്. കൊച്ചുമോൾ നട്ടിന് ഞാറൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ ഈ വരമ്പേക്കടൊക്കെ ഓടിയിടുന്ന് ഭയങ്കര സന്തോഷമായിരുന്നു. പുള്ളിക്ക് ഓടിയിടന്ന് വലിയ ഇഷ്ടമായി എന്നും പറഞ്ഞ് കൊച്ചു ഓടി നടക്കുന്നു. പിള്ളേർ പിന്നെ ഇച്ചിരി കുറച്ചുകൂടെ ആയിപ്പം കതിരിട്ട് തുടങ്ങിയപ്പോൾ തൊട്ട് അവർക്കൊരു നല്ല നല്ല ഇതിലാണ് വന്നത്. അപ്പം അന്നേരം തൊട്ട് അവർക്ക് വലിയ കുഴപ്പമൊന്നുമില്ല, നന്നായിട്ടുണ്ടെന്ന്. പിന്നെ കുറച്ച് സുഹൃത്തുക്കളും ആൾക്കാരൊക്കെ വന്ന് കണ്ടിട്ട് നല്ല അഭിപ്രായം പറഞ്ഞു. അപ്പോഴേ എനിക്ക് ഒരുപാട് സന്തോഷമായി. കൃഷിയോടുള്ള താല്പര്യം കൊണ്ട് അങ്ങ് ചെയ്തു. എല്ലാ കൃഷിയുണ്ട്, അപ്പം വയലില്ലല്ലോ. അപ്പോൾ വയൽ കൃഷി അങ്ങനെ നെല്ല് കാണണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം അതൊന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് ഓർത്തുകൊണ്ട് വയലൊക്കെ ഒരുക്കി ചപ്പൊക്കെ ചവിട്ടിത്താത്തി ഞാറൊക്കെ നട്ട് അങ്ങനെ അങ്ങ് വന്നു. അപ്പം നന്നാവുന്നുണ്ടെന്ന് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം എല്ലാവർക്കും. അയൽക്കാരും ബന്ധുക്കളും ഒക്കെ പറഞ്ഞു അത് സക്സസ് ആവില്ല എന്നൊക്കെയാണ് പറഞ്ഞത്. ഈ വെയിലൊക്കെ ഇങ്ങനെ കൊള്ളുമ്പം അത്ര അങ്ങ് ശരിയാവുമോ എന്നൊക്കെ ചോദിച്ചു. ഇത്രയും പണികൾ എടുക്കണ്ടേ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ എന്തായാലും വേണ്ടില്ല, ഒന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് ഓർത്ത് ഞങ്ങൾ ചെയ്തതാണ്. അത് കഴിഞ്ഞ് നെല്ലൊക്കെ വിളഞ്ഞു കഴിഞ്ഞപ്പം ഒരുവിധം കതിരൊക്കെ ഇടാൻ തുടങ്ങിയപ്പോൾ എല്ലാവരും വന്ന് കാണാൻ തുടങ്ങി. എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. ഇങ്ങനെ കരയിലും ഇങ്ങനെ ഒരു കൃഷി ഉണ്ടാവും, സക്സസ് ആവുന്നൊരു ഇതുണ്ടായി. അപ്പൂപ്പൻ്റെ കൃഷി അടിപൊളിയാണ്. മികച്ച കർഷകനായ യോഹന്നാന്റെ പുരയിടത്തിൽ നെല്ലിന് പുറമെ കിഴങ്ങ്, ഉള്ളി, പയർ, ബീൻസ്, കപ്പ, വാഴ, ചോളം, ചേമ്പ് തുടങ്ങിയ കൃഷികളുമുണ്ട്. പരീക്ഷണാടിസ്ഥാനത്തിൽ കവറുകളിൽ നട്ട കിഴങ്ങിപ്പോൾ നന്നായി വളർന്നു കഴിഞ്ഞു. നെൽപ്പാടത്തിന്റെ അരികുകളിൽ പന്തലിട്ട് പടർത്തിയ പയറും ബീൻസുമെല്ലാം ഇപ്പോൾ വിളവെടുത്തു തുടങ്ങി. ചുരുക്കം പറഞ്ഞാൽ ഒരു കറിക്കുള്ള പച്ചക്കറി എപ്പോൾ വേണമെങ്കിലും ഈ മുറ്റത്ത് നിന്ന് കിട്ടും. മറ്റുള്ള കൃഷികൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ചോളം ഞാൻ സ്ഥിരമായിട്ട് എല്ലാ വർഷവും ചെയ്യാറുള്ളതാണ്. ഇടവിളയായിട്ട് അല്ലാതെയും ചെയ്യാറുണ്ട്. പിന്നെ അത് പാകത്തിന് മൂപ്പിന് പറിച്ചു കൊടുക്കുകയാണ് ചെയ്യുക. മൂപ്പാകുമ്പോൾ ബാക്കി തണ്ട് കന്നാലി കൊടുക്കാൻ വേണ്ടി അടുത്തുള്ളൊരു വെട്ടിക്കൊണ്ട് പോകും. പിന്നെ കപ്പയുണ്ട്, ചേനയുണ്ട്, കാച്ചിലുണ്ട്, ഇഞ്ചിയുണ്ട്, മഞ്ഞളുണ്ട്, പാഷംപുട്ടുണ്ട്. മറ്റേ മരുന്നുകളാണെങ്കിൽ ചില മരുന്നുകളും ഉണ്ട്. പിന്നെ പയറുണ്ട്, ഉരുളക്കിഴങ്ങ് കുറച്ച് നട്ടിട്ടുണ്ട്. അത് പരീക്ഷണാർത്ഥം നട്ടതാണ്. അത് വിജയിക്കുകയാണെങ്കിൽ ഇനിയും കൂടുതൽ നടണമെന്ന് ആഗ്രഹമുണ്ട്. ഉരുളക്കിഴങ്ങും ഉള്ളിയും. അപ്പോൾ അതിൻ്റെ രീതികളൊന്നും കൃത്യമായിട്ട് അറിഞ്ഞിട്ടല്ല ചെയ്തേ.
ഞാൻ സാധാരണ ഉരുളക്കിഴങ്ങിൻ്റെ വിത്ത് സംഘടിപ്പിച്ചത് പച്ചക്കറിക്ക് വേണ്ടി നമ്മൾ കടയിൽ നിന്ന് മേടിച്ച ഉരുളക്കിഴങ്ങാണ് ഉപയോഗിച്ചത്. അത് നോക്കിയപ്പോൾ മുളച്ച് തുടങ്ങിയതുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് നട്ടു നോക്കാമെന്ന് വെച്ചു. അപ്പോൾ നട്ടപ്പോൾ ഇതെല്ലാം ഒരു കേടും കൂടാതെ മുളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ രീതി എങ്ങനെയാണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. എന്നാലും ഇനിയിപ്പോൾ അത് ചെയ്യുകയാണെങ്കിൽ മറ്റുള്ളവരോട് അന്വേഷിച്ച് അതിൻ്റെ വേണ്ട പോലെ ചെയ്യും. അതേപോലെ ഉള്ളീൻ്റെ രീതി എങ്ങനെ നടണമെന്നറിയില്ല, പക്ഷെ നട്ടിട്ടുണ്ട്. കൃഷി നഷ്ടമാണെന്ന പേരിൽ ഏക്കർ കണക്കിന് കർഷകർ നെൽകൃഷി ചെയ്യാതെ പാടങ്ങൾ മറ്റ് കൃഷിക്ക് ഉപയോഗിക്കുമ്പോഴാണ് ഉള്ള സ്ഥലത്ത് വളരെ നല്ല രീതിയിൽ നെൽകൃഷി ചെയ്യാമെന്ന് തെളിയിച്ചിരിക്കുകയാണ് ഈ കർഷകൻ. വിളവെടുപ്പിന് പാകമായ നെൽക്കതിരുകൾ കൊയ്തെടുക്കാനുള്ള ഒരുക്കത്തിലാണ് യോഹന്നാൻ. ഇത്തവണത്തെ കൃഷി 100 മേനി വിളവ് നൽകിയതിനാൽ വരും വർഷങ്ങളിൽ കൂടുതൽ സ്ഥലത്ത് പൂർണ്ണമായും ജൈവരീതിയിൽ നെൽകൃഷി ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് ഇദ്ദേഹം. അപ്പോൾ ഇത് ഏതാണ്ട് പഴുത്ത് തുടങ്ങി. ഒരു 10 ദിവസം കൊണ്ട് കൊയ്യാൻ പരുവത്തിനായി. അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ വന്നപ്പോൾ, ഇങ്ങനെ ഇത്ര നന്നായി വന്ന സ്ഥിതിക്ക് എനിക്ക് കഴിയുമെങ്കിൽ ഞാനിത് തുടർന്ന് പോകാനാണ് എനിക്ക് താല്പര്യം. ഇനിയും അടുത്ത വർഷം ഇതേപോലെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. കൂടുതൽ സ്ഥലമൊന്നും അതിന് ഉപയോഗിക്കാനില്ല, മറ്റുള്ള കൃഷികളൊക്കെ ചെയ്യാനുള്ളതുകൊണ്ട്. അപ്പോൾ ഉള്ള സൗകര്യത്തിന് ഇനിയും ഈ കൃഷി ചെയ്യാൻ എനിക്ക് താല്പര്യമുണ്ട്. കാരണം അത്ര നന്നായിട്ട്, അത്ര സന്തോഷത്തിലാണിപ്പോൾ. കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവരുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ചാണ് കൃഷിരീതികൾ അവലംബിക്കുന്നതെന്നും യോഹന്നാൻ പറയുന്നു. യോഹന്നാന്റെ വീട്ടുമുറ്റത്ത് ചെയ്ത നെൽകൃഷിയെപ്പറ്റി കേട്ടറിഞ്ഞ് കൃഷിരീതികൾ പഠിക്കാനും നിരവധി ആളുകൾ വീട്ടിലെ കൃഷിയിടത്തിൽ എത്താറുണ്ടെന്നും അന്യം നിന്ന് പോകുന്ന നെൽകൃഷിയെ തിരിച്ചു കൊണ്ടുവരാൻ കർഷകർ തയ്യാറാകണമെന്നുമാണ് ഈ കർഷകന് പറയാനുള്ളത്. നമ്മുടെ വീട്ടുമുറ്റങ്ങളും നെൽപ്പാടങ്ങളാക്കി മാറ്റാമെന്ന് തെളിയിക്കുകയാണ് യോഹന്നാൻ ചേട്ടൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൃഷിയിടം പരിചയപ്പെട്ടു, കൃഷി കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞു അല്ലേ. വളരെ വ്യത്യസ്തമായൊരു കൃഷി നമ്മുടെ വീട്ടുമുറ്റത്ത് ചെറിയൊരു സ്ഥലത്ത് ഒരു കുടുംബത്തിലേക്ക് ആവശ്യമായ കുറച്ച് അരിയെങ്കിലും ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുമെന്ന് തെളിയിക്കുകയാണ് ഈ കർഷകൻ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ കൃഷിയും വ്യത്യസ്തമായ കൃഷിയെന്ന് തന്നെ എടുത്തു പറയണം. നമുക്കറിയാം നമ്മുടെ വീട്ടുമുറ്റങ്ങളിലൊക്കെ പച്ചക്കറികളൊക്കെ ധാരാളമായിട്ട് കൃഷി ചെയ്ത് കാണാറുണ്ട്. പക്ഷേ ഒരിക്കലും നെല്ല് കൃഷി ചെയ്ത് ഇതുപോലൊരു പാടമൊരുക്കി നെല്ല് കൃഷി ചെയ്ത് നമ്മൾ ഇതുവരെ കണ്ടിട്ടുണ്ടാവില്ല അല്ലേ. അപ്പോൾ ഇന്ന് വളരെ തികച്ചും വ്യത്യസ്തമായ ഒരു കാഴ്ചയായിരുന്നു നമുക്ക് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കാൻ സാധിച്ചത്. അപ്പോൾ പാടവും പറമ്പിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത ആഴ്ച മറ്റൊരു കർഷകൻ്റെ കൃഷി വിശേഷവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.